വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള സലഫുകളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? ഫലയഅലമന്നല്ലാഹ്, അല്ലാഹുവിനറിയാൻ വേണ്ടിയാണ്. അല്ലദീന സദഖൂ, നിങ്ങളിൽ സത്യസന്ധന്മാരാരാണെന്ന്. വലയഅലമന്നൽ കാദിബീൻ, നിങ്ങളിൽ പെരും കള്ളന്മാരാരാണെന്ന്. കാദിബീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദി കെട്ടവർ, കളവാക്കുന്നവർ, വ്യാജന്മാരാക്കുന്നവർ, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ എന്തിനാ പരീക്ഷിക്കണത്? ചില ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ, ഓല് നല്ലോണം ക്ഷമിക്കും എന്തു വന്നാലും. പക്ഷെ എന്നാലും ഓല് പറയും എനിക്കിത് വന്നല്ലോ. അള്ളാഹു നിങ്ങൾ ആ സമയത്ത് പറയുന്ന വാക്കുപോലും പരീക്ഷിക്കപ്പെടുന്നുണ്ടെന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൻ പറയുന്ന വാക്കാണ് ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഏറ്റവും വലിയ പരീക്ഷണം ഏതാ നിങ്ങൾക്ക്? നമ്മളിപ്പോൾ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന വലിയ രോഗങ്ങളുടെ ലിസ്റ്റിലെ വലിയ വലിയ രോഗങ്ങൾ എന്നൊക്കെ പറയും. നമ്മൾ ആദ്യം ഉണ്ടെന്ന രോഗമല്ലേ ക്യാൻസർ, അതുപോലെയുള്ള രോഗങ്ങളല്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം, ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അള്ളാഹു നമ്മോട് ചോദിക്കാതെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന ഈ ഹിദായത്ത് എന്ന് പറയുന്ന വെളിച്ചം, ആ പരീക്ഷണം, ആ വിഷയത്തിൽ വരുന്ന മതരംഗത്തുള്ള പരീക്ഷണങ്ങളാണത്രേ ഏറ്റവും വലിയ ഫിത്നകൾ. ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ മതരംഗത്ത് വരുന്ന ഫിത്നകളാണ്. മതരംഗത്ത് പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഭൗതികമായി നൽകിയ അനുഗ്രഹങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുമ്പോൾ, ഞാൻ ഇങ്ങനെയൊക്കെ നിന്റെ മാർഗത്തിൽ തലകുത്തി പണിയെടുത്തിട്ടും നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ഈ രംഗത്തുനിന്ന് മാറി നിൽക്കുകയല്ല. അങ്ങനത്തെ ആളുകൾ കാദിബീങ്ങളാണെന്നല്ല പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സിദ്ദീഖീങ്ങളാവുക, പരീക്ഷണങ്ങളെ ഡിഫെൻഡ് ചെയ്യുക. ദുനിയാവിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് അള്ളാഹു നിർമ്മിച്ചു വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ദീനീ രംഗത്തുള്ള പരീക്ഷണം എന്ന് പറയുന്നത് അത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്താണ്. കേട്ടിട്ടില്ലേ അബൂതാലിബിനെ? അബൂതാലിബ് നമുക്കൊക്കെ അറിയുന്നതിനേക്കാൾ ഇസ്ലാമിനെ പഠിച്ച ആളാണ്. 8 കൊല്ലം റസൂലുള്ളാഹിയുടെ ദർസിലെ വിദ്യാർത്ഥിയാണ്. റസൂലുള്ളാഹിക്ക് വേണ്ടി ഉക്കാമയിലും മജന്നായിലും തൗഹീദ് പറയുമ്പോൾ ബോഡി ഗാർഡിൽ നിന്ന ആളാണ്. എന്ന ആദർശം ഏതായിരുന്നു? പച്ചക്കാഫറായിരുന്നു, മുശ്രിക്കായിരുന്നു, അല്ലേ? ആ അബൂതാലിബ് മരിക്കുമ്പോൾ വരെ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നമുക്കൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുമോ? എന്തിനാ? ഈ കിടത്തുനിന്ന് എണീറ്റിട്ട് ഇസ്ലാമിൽ 100, 101, 102 എണ്ണാലോ എന്ന് വിചാരിച്ചിട്ടില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എനിക്ക് പരലോകത്തൊന്ന് വാദിച്ചു നോക്കാൻ പറ്റിയാലോ? പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞത്? ചുറ്റും അബൂജഹലും ഉത്ബത്തും ഷൈബത്തും വലീദ് ബിൻ മുഗീറയും ഖുറൈശി പ്രമുഖന്മാരൊക്കെ ഈ ആദർശക്കാരനായ അബൂതാലിബിന്റെ മരണം കാണാൻ വേണ്ടി വന്നിക്കുമ്പോൾ ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി കയറി ചെല്ലണ്. അപ്പൊ തലയുടെ ഭാഗത്തൊരു സീറ്റ് ഉണ്ട്, റസൂലുള്ളാഹി അങ്ങോട്ട് ചെല്ലണിരിക്കാൻ. അവിടെ അബൂജഹൽ കയറിയിരുന്നാണ്. ഞാൻ മരിക്കുമ്പോൾ ആ കുഴപ്പത്തിലാക്കി മരിക്കേണ്ട വിചാരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉള്ള സൗകര്യം വെച്ചിട്ട് ഇതൊക്കെ പറഞ്ഞെടുത്തപ്പോൾ അബൂതാലിബ് പറഞ്ഞൊരു വാക്കുണ്ട്, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ ലൗലൽ മലാമതു ഔ ഹിദാറു മസബ്ബതൻ ലവജതനി സംഹം ബിദാക മുബീനാ. നീ പറയുന്നത് ഹക്കാണ് മോനെ, 100ൽ 100 ഹക്കാണ്. പക്ഷെ ഞാൻ ഇത് സ്വീകരിക്കാത്ത എന്താണെന്നറിയോ? മരിക്കുമ്പോൾ പറയണേ, ഞാൻ മരിച്ചാലേ ഇത് സ്വീകരിച്ച് മരിച്ച നാട്ടുകാരെന്നെ കുറിച്ച് പറയും, ഞാൻ മുൻഗാമികളെ തള്ളിയവനാണ്, പൂർവികരുടെ മതത്തെ ചവിട്ടി മതിച്ചവനാണ്. സത്യമൊക്കെ നീ പറയണ തന്നെയാണ്. അതുകൊണ്ട് അനഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ്, മുത്തലിബിൻ്റെ മാർഗത്തിലായി ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് മരിച്ച ആളാണ്. അവിടെ എന്താ സംഭവിച്ചേ? മതരംഗത്ത് അബൂതാലിബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് നോക്കി. അവസാനത്തെ സമയം വരെ അല്ലാഹ് ഒരു ചൂണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ കൊത്തിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. ഇത്തരം കാര്യങ്ങളെ അദ്ദേഹം ഭയപ്പെട്ടു പോയി. മതരംഗത്തുള്ള മറ്റൊരു പ്രശ്നമാണ് ശൈത്താൻ. എല്ലാറ്റിൻ്റെ പിന്നിൽ ശൈത്താനാണ്. ശൈത്താനെ കുറിച്ച് നമ്മൾ പഠിക്കും തോറും അവൻ്റെ അപകടത്തിന് രക്ഷപ്പെടാൻ കഴിയും. പക്ഷെ നമുക്ക് ശൈത്താൻ ആരാന്ന് അറിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മളാകെ കേട്ടെന്താണ്? ശൈത്താൻ നമ്മളെ പഴപ്പിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഓനാരാ? ഓനൊന്ന് അഡ്രസ്സ് ചെയ്ത് പഠിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഇപ്പം നമ്മളെ നാട്ടിൽ നമ്മളെ കൊല്ലാനും തല്ലാനും അല്ലെങ്കിൽ നമ്മളെ ബിസിനസ് തകർക്കാനൊക്കെ നടക്കുന്നൊരു കള്ളുണ്ടെങ്കിൽ നമ്മൾ ഓനെക്കുറിച്ച് ശരിക്കും അറിയും. എന്തിനാണെന്നറിയോ? ഓൻ ഏതൊക്കെ റൂട്ട് കൂടി വരുന്നുണ്ടോ അതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? ദുനിയാവിൻ്റെ കാര്യം അങ്ങനെയല്ലേ?
എങ്കിൽ നമ്മളെ പരലോകം നഷ്ടപ്പെടുത്താൻ കൂടെ എപ്പോഴും അത്രത്തോളം എന്നറിയാം, നമ്മളെ രക്തം എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ടെന്നാണ്. അവൻ ബദ്ധവൈരനായി, കൃത്യമായി, ജാഗരൂകനായി, സുദീർഘമായ അജണ്ടകളുമായി പ്രവർത്തിക്കുന്നവനാണ് ശൈത്താൻ. ആ ശൈത്താൻ നമ്മളെ പഴപ്പിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. നിങ്ങൾക്കറിയോ, ഇമാമുസുന്ന എന്നറിയപ്പെടുന്ന ഒരു മഹാമനുഷ്യനുണ്ട് ചരിത്രത്തിൽ. ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇസ്ലാമിക ലോകത്തിന് സമ്മാനിച്ച മഹാപണ്ഡിതനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി. ഇമാം അഹ്മദ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന അത്ര വികാരം ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ നിങ്ങളെ കൊച്ചാക്കിയതോ ഞാൻ വലിയൊരാളായിട്ട് പറഞ്ഞല്ല. പിന്നെയോ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം ഒഴുകാതെ ഇവിടെ വായിച്ചു തീർക്കാൻ കഴിയില്ല. ഇമാം അഹ്മദ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഇമാം അഹ്മദിനെ അറിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ലാ ബഅദ് ലാ ബഅദ് ലാ ബഅദ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ള മകൻ അബ്ദുള്ള ചോദിച്ചു, ഉപ്പ മരിക്കുമ്പോൾ ലാ ഇലാഹ എന്നല്ലേ ചൊല്ലണ്ടേ, നിങ്ങളെന്താ അങ്ങനെ പറയുന്നേ, നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നേ? ആ സമയത്ത് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ പറയാണ്, യാ ബുനൈ ഇന്ന ഇബ്ലീസ വാഖഫ ഫീ സിവായത്തുൽ ബൈത്ത്. വീടിൻ്റെ മൂലയിൽ എവിടെയോ ശൈത്താൻ എന്നെ പിഴപ്പിക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നത് പോലെ. തൊണ്ടക്കുഴിയുന്ന അർഹർ ശബ്ദം ഉണ്ടല്ലോ, ഈ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ, ആ സമയത്ത് വരെ ശൈത്താൻ വന്നിടപെടും. എന്തിനെ? നമ്മളെ ഈ രംഗത്ത് നിന്ന് പിൻവലിക്കാൻ. അഹ്മദ് ബിൻ ഹംബലാകുന്നതിൻ്റെ ഒപ്പുണ്ടല്ലോ, ശൈത്താൻ ഇവിടെ എവിടെയോ കാണുന്നു എന്ന് അദ്ദേഹം പറയാൻ. ആ സമയത്ത് സഹോദരങ്ങളെ, ശൈത്താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്രേ, അഹ്മദ് ബിൻ ഹംബലെ, നിങ്ങളെ എനിക്ക് പിടിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ അടുക്കലേക്ക് വരാൻ പോലും എനിക്ക് കഴിയുന്നില്ല എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞു. ഇമാം അഹ്മദ് പറയാണ്, പിശാചേ, നിന്റെ ആ ദുർബോധനം എൻ്റെ കാതിലെത്തുന്നത് പോലെ നിന്റെ ആ വാക്കിൽ വരെ ചതിയുണ്ട്, എന്ന് പറഞ്ഞ സലഫുകളിൽപ്പെട്ട മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രം വായിച്ചു നോക്കൂ നിങ്ങൾ. നമ്മളടുത്ത് ശൈത്താൻ പിന്നെ രണ്ട് രൂപത്തിലാണ്. പ്രഭാതമായി കഴിഞ്ഞാൽ, ഇന്ന് സുബൈക്ക് പള്ളി പോയ എത്ര ആളുണ്ട്? ഞാനിങ്ങനെ സുബൈക്ക് പള്ളി വന്നപ്പോൾ 5-6 ആള്. എവിടെ പോയി? നിങ്ങളൊക്കെ ഗൾഫ് പോയിക്കിരുന്ന? ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നല്ല, ഒരു ഈമാനിന്റെ ഒരു കവചം മനസ്സിലുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. നമുക്കിതൊന്നും ബാധകല്ലേ? നമുക്ക് ഖബറില്ലേ? നമ്മുടെ അടുക്കൽ മുൻകർ നക്കീർ വരില്ലേ? അനസ് ബിൻ മാലിക് ഒരു സുബൈ ജമാഅത്ത് പോയതിന്റെ പേരിൽ ആ മരണം വരെ കരഞ്ഞത് അല്ലേ? തുസ്തർ യുദ്ധവേളയിൽ ഇസ്ലാമിന്റെ ഭരണത്തിന്റെ സാരഥ്യം കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ തിരക്കിൽപ്പെട്ടപ്പോൾ പോയതാ, കടന്നുറങ്ങിയതല്ല. ഞാനൊരു ഉദാഹരണം ചോദിച്ചതാണ്. ഓരോന്നെടുത്തോളി, ഓരോ കാര്യം എടുത്തോളി. ഇത് പറയാൻ ചിലപ്പോൾ അടുത്ത ആഴ്ച ഞാൻ ഉണ്ടാവില്ല, കാരണം അത്ര ഗ്യാരണ്ടി പോലും നമുക്കില്ല. ഇത് കേൾക്കാൻ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. നമ്മളെന്താ മാറുക? ജീവിതത്തിന്റെ അസറിലും ലൊഹറിലും ഒക്കെ എത്തിയില്ലേ നമ്മൾ പല ആൾക്കാരും, അല്ലേ? എന്നിട്ടും എന്തേ നമ്മുടെ വീടകങ്ങളിൽ, സ്വന്തം ജീവിതത്തിന്റെ മേഖലകളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയാത്തത്? ശൈത്താൻ വന്നിട്ട് ഇങ്ങനെ ചില ആൾക്കാരെങ്ങനെ പിടിക്കാരെങ്കിൽ കൊണ്ട് പള്ളിക്ക് വരും നേരത്തെ, എന്നിട്ട് ഇങ്ങനെ നോക്കുന്ന ആരൊക്കെ പള്ളിയിലുള്ളത്? ആ താടിക്കാരില്ലല്ലോ, മറ്റാളില്ലല്ലോ, ഇയാളില്ലല്ലോ. എന്നിട്ട് ഓ സ്വന്തം മനസ്സിലിങ്ങനെ ഒഴിച്ചു പറയും, അപ്പോൾ ഓനേക്കാളൊക്കെ ബെറ്റർ ഞാൻ തന്നെയാ. ഇങ്ങനെ ശൈത്താൻ പിടിക്കും, അറിയോ? തൗഹീദിന്റെ മേഖല ചിലപ്പോൾ പിടിക്കാൻ കിട്ടൂല, സുന്നത്തിന്റെ മേഖല ചിലപ്പോൾ പിടിക്കാൻ കിട്ടൂല, ഒരു തെറ്റിലും പിടിക്കാൻ കിട്ടൂല. എന്നാലും ശൈത്താൻ എങ്ങനെ പിടിക്കാറിങ്ങളെ? ഇമാം ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ അറിയാതെ അങ്ങനെ തലാട്ടും, അല്ലേ? ആ തലാട്ടുന്നതിൻ്റെ പിന്നിൽ വരെ ശൈത്താൻ ഇടപെടുന്നുണ്ടാവും. എന്തിനറിയോ? ഞാൻ ഈ തലാട്ടിന് അപ്പുറത്തോളം ശ്രദ്ധിച്ചോട്ടെ, ഞാൻ ഭയങ്കര ഖുർആൻ ശ്രദ്ധിക്കുന്ന ആളാന്ന് വിചാരിച്ചോട്ടെ. ചിലരെ കൊണ്ട് ഖുർആൻ ഓദിക്കുമ്പോൾ ഈ ശൈത്താൻ കരയിപ്പിക്കുന്ന. എന്തിനറിയോ? എല്ലാവരും അല്ല. ഖുർആൻ ഓതുമ്പോൾ കരയും ചില ആളുകൾ ആത്മാർത്ഥമായിട്ട്, ചില ആളുകളെ ശൈത്താൻ കരയിപ്പിക്കും. എന്തിനറിയോ? ഞാൻ ഖുർആൻ ഓതുമ്പോൾ കരയുന്ന ആളാന്ന് വിചാരിച്ചോട്ടെ. ഓൻ്റെ അജണ്ടകൾ അതിസൂക്ഷ്മമാണ്. അതുകൊണ്ട് ശൈത്താൻ എന്ന് പറയുന്ന ആ വലിയ വില്ലനെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് പറഞ്ഞത്? നിങ്ങൾ അവനെ വ്യക്തമായ ശത്രുവായിട്ട് തന്നെ കാണട്ടോ. നിങ്ങളോ നരകത്തേക്ക് കൊണ്ടുപോയി. നിങ്ങൾക്കറിയോ, നരകത്തിന്റെ മുന്നിൽ സുബ്ഹാനല്ലാഹ്, ജ്വലിക്കുന്ന നരകത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ നരകാവകാശികളാക്കി മാറ്റിയ ശൈത്താനെ മുമ്പിൽ കൊണ്ടുവരപ്പെടും. ശൈത്താനോട് ചോദിക്കടാ, നീയല്ലടാ എന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത്, നീയല്ലടാ എന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത്, ഈ തെറ്റുകളൊക്കെ ചെയ്യിപ്പിച്ച് നരകത്തിന്റെ വിറകാക്കിയത് നീയല്ലേ? ആ സമയത്ത് ശൈത്താൻ എന്ന് പറയുന്ന ശത്രു പറയത്രേ, ഞാൻ എന്ത് ചെയ്യാൻ? മാന അലൈക്കും ബി സുൽത്താൻ, നിങ്ങളെ മേലൊരു അധികാരം എനിക്കുണ്ടായിരുന്നില്ല, ഞാൻ വിളിച്ചു, നിങ്ങൾ പോന്നു, ഞാൻ എന്ത് ചെയ്യാൻ?
അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി, എന്നെ കുറ്റപ്പെടുത്തണ്ട എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുമ്പോൾ എത്ര ദേഷ്യമുണ്ടാകും അവനോട്. അതുകൊണ്ട് തിരിച്ചറിഞ്ഞോ ആ മഹാകള്ളനെ എന്നാണ് സഹോദരങ്ങളെ സാന്ദർഭികമായി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പിന്നൊരു കാര്യം, ഹൈറ് കൊണ്ടും ഷെറ് കൊണ്ടും പരീക്ഷിക്കുന്നതാണ്. പെട്ടെന്ന് ചുരുക്കുകയാണ്. ഹൈറ് കൊണ്ടും ഷെറ് കൊണ്ടും നമ്മൾ അള്ളാഹു പരീക്ഷിക്കും. എന്താ ഹൈറ് എന്ന് പറഞ്ഞാൽ, നമുക്ക് അള്ളാഹു മക്കളെ തന്നിട്ടില്ലേ, ഒരു ഹൈറായ പരീക്ഷണ. സന്തോഷമല്ലേ അത്? സമ്പത്തില്ലേ, ഹൈറാണ്, പക്ഷെ അതൊരു പരീക്ഷണാണ്. ആരോഗ്യമല്ലേ, ഹൈറാണ്, അതൊരു പരീക്ഷണാണ്. ഷെറായ പരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടപ്പെട്ടോലും മരിക്കുക, കടത്തുപെടുക, മഹാരോഗിയായി തീരുക, വലിയ വലിയ ദുരന്തങ്ങളിൽ അകപ്പെടുക, ഇതൊക്കെ ഷെറായ പരീക്ഷണങ്ങളാണ്. ഈ രണ്ടുകൊണ്ടും അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കും. അതിലൊക്കെ വിജയിക്കാൻ കഴിയുക എന്നുള്ളതാണ് സഹോദരങ്ങൾ നമുക്ക് കഴിയേണ്ടത്. നമ്മളെ മക്കൾ കാരണം എത്ര ആളുകളെ നന്മയിൽ നിന്ന് മാറിക്കണം അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്നറിയങ്ങളെ, നിങ്ങളെ ഇണകളിലും മക്കളിലും ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞത്. ഇണകളിലും മക്കളിലും അതെങ്ങനെ ശത്രുക്കളാവുക? അവർക്ക് വേണ്ടി മതം മാറ്റിവെക്കുക, അവർക്ക് വേണ്ടി മതചിഹ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. എന്താ മോനെ സഹോദരൻ, നിന്നെ ദേവാരംഗത്ത് കാണുന്നില്ലല്ലോ, ജോലി തിരക്കാൻ. ആർക്കാ ജോലി ചെയ്യണത്? മക്കൾക്ക്, കുടുംബത്തിന് അല്ലേ? നിനക്ക് ആരാണടോ ഈ മക്കളെയും ഭാര്യയും തന്നത്? അള്ളാഹ്. അള്ളാഹ് എന്നോട് പറഞ്ഞിട്ടില്ലടോ സൂറത്ത് അസ്റിലൂടെ അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുക്കാൻ? അതെന്താ കേൾക്കാത്തെ? അതെന്താ നീ കേൾക്കാത്തെ? നിനക്ക് മക്കളെയും നിന്റെ കുടുംബത്തെയും തന്നത് അള്ളയല്ലേ? അള്ളാഹുവിന്റെ റസൂൽ മദീന മിമ്പറിൽ അത്യുഗ്രമായ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ ഓടി വരികയാണ്. ഓട്ടത്തിനിടക്ക് വീഴുന്നുണ്ട്, എണീക്കുന്നുണ്ട്, വീഴുന്നുണ്ട്, എണീക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഓട്ടാൻ അള്ളാഹുവിന്റെ റസൂൽ ഖുതുബ നിർത്തിയിട്ട് ഇറങ്ങിയടിച്ച് എന്നിട്ട് രണ്ടാളി കെട്ടിപ്പിടിച്ചിട്ട് നല്ലോണം ഉമ്മ കൊടുക്കുക, സ്നേഹിക്കുക. എന്നിട്ട് സഹാബികളോട് പറഞ്ഞു, സഹാബികളെ കേട്ടിട്ടില്ല നിങ്ങൾ അള്ളാഹ് പറഞ്ഞത്? നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ഇണകളിലും മക്കളിലും, ഇണകളിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അതിതാണ്. കാരണം എത്ര നല്ലൊരു ഇബാദത്ത് മുടക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങി വന്ന്. ഇതിൻ്റെ വേറെയും ചില ചരിത്രങ്ങളൊക്കെ നമുക്ക് വേറെയും കാണാൻ പറ്റും. അതുകൊണ്ടേ മക്കൾ ദേവാരംഗത്ത് തടസ്സാകരുത്, മക്കൾ നമ്മുടെ നന്മകൾക്ക് തടസ്സാകരുത്. മക്കൾ അല്ലാഹുവിന് ശുക്രിയാണ് നമുക്ക് കഴിയേണ്ടത്. കാരണം മക്കൾ അനുഗ്രഹമാണ്. ആ മക്കളെ തന്ന റബ്ബിനെ ശുക്രിയലാണ്, അവൻ്റെ മാർഗത്തിൽ പണിയെടുക്കൽ. അള്ളാഹ് പറഞ്ഞതാണത്, ഞാനല്ല. അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഈ കൂട്ടത്തിൽ കിട പല ആൾക്കാർക്കും ചിലപ്പോൾ അറിയണ ആയത്തായിരിക്കും ഇതല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങൾക്ക് അള്ളാഹു തന്ന സമ്പത്തും മക്കളും അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങളെ തെറ്റിക്കരുത് കേട്ടോ. നിങ്ങളെ നിസ്കാരം നോമ്പോട്ട് ഒതുങ്ങണ്ട. തഫ്സീർ വായിച്ചോ നിങ്ങൾ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, സമയം ഉണ്ടാക്കിക്കോ. നമ്മളെ ജോലിക്ക് എത്ര സമയം കണ്ടെത്തുന്നുണ്ട്? ആഴ്ചയിലെ 168 മണിക്കൂറിലേ കുറച്ച് സമയം അള്ളാഹ് കൊടുത്തൂടെ? അള്ളാഹ് എല്ലടോ നിനക്ക് പാൻക്രിയാസ് തന്നത്? അള്ളാഹ് എല്ലടോ നിനക്ക് കണ്ണ് തന്നത്? അള്ളാഹ് അല്ലേ നിന്റെ ശരീരം രൂപപ്പെടുത്തിയത്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശഅ റകബക. അത് ഏത് ആയത്ത് പറഞ്ഞിട്ട് തുടങ്ങണ നിങ്ങൾ? യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം. നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ നിന്നെ ചതിച്ചു കളഞ്ഞതെന്താ? നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താ? നിന്റെ ശരീരത്തെ രൂപപ്പെടുത്തിയവനവനല്ലേ? മനുഷ്യനോളം സുന്ദരമായൊരു ജീവി ദുനിയാവിലില്ല എന്നാണ്. നിവർന്ന ശരീരനിലയുള്ള അല്ലേ? നമ്മുടെ ബോഡി പാർട്സിന്റെ എണ്ണം വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബോഡി പാർട്സിന്റെ ഈ ഇന്നത്തെ ആധുനിക മാർക്കറ്റിൽ കിട്ടുന്ന പണം എത്രയാണെന്ന് അറിയുങ്ങളെ? 400 ചില്ലാനം കോടി രൂപയാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ പാർട്സുകൾ ടോട്ടൽ കൂട്ടിയാൽ. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഉണ്ടാകാം. ചോദിക്കാതെ തന്നതല്ലേ? അള്ളാഹ് എന്തേ പറഞ്ഞുള്ളൂ? നിങ്ങൾ എന്നെ ഓർക്കണം, എനിക്ക് വേണ്ടി പണിയെടുക്കണം, അധ്വാനിക്കണം. എന്തിന്? നാളെ ഒരു ലോകം വരാനുണ്ട്, സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ലാത്ത ലോകം. ആ ലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ ശോലുകളും ഉള്ളതോടൊപ്പം തന്നെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് കഴിയട്ടെ, നന്മകളിൽ മുന്നേറാൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹ് പറഞ്ഞില്ലേ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും അർളുഹസ് സമാവാതു വൽ അർള്. ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം നേടിയെടുക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ടു വരിക എന്ന് അള്ളാഹ് പറഞ്ഞു കഴിഞ്ഞു. അതിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഉണർത്തുകയാണ്.
പ്രവാചകന്റെ എതിരാളികളിൽ അറിയപ്പെട്ട വ്യക്തിയാണ് വലീദ് ബിൻ മുഗീറ. വലീദ് ബിൻ മുഗീറയെ കുറിച്ച് ഖുറാനിൽ 4-5 ആയത്തുണ്ട്. പ്രശംസിച്ചിട്ടല്ല, വിമർശിച്ചിട്ടാണ്. വിശുദ്ധ ഖുറാനിലെ സൂറത്ത് മുദ്ദസ്സിർ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? സൂറത്ത് മുദ്ദസ്സിറിലെ ചില വചനങ്ങളിലൂടെ കടന്നുപോയാൽ വലീദിനെ കാണാൻ പറ്റും നമുക്ക്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന്മാരുടെ കൂടെ ഒരു ഹജ്ജ് സീസണിൽ മക്കയിലിരിക്കുകയാണ്. കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. പല ചർച്ചയുടെ അജണ്ട എന്താ പറയുക? ഹജ്ജായി കഴിഞ്ഞാൽ മുഹമ്മദും അവൻ്റെ കൂടെയുള്ള ആൾക്കാരും ഹജ്ജിന് വരുന്ന പല ദേശക്കാർക്കും അവൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കും. അത് നമുക്ക് തടയണമല്ലോ, ഇല്ലെങ്കിൽ കുറേ ആൾക്കാരായി പെട്ടുപോയാലോ. ഓല ദൈവത്താണത്. ആ സമയത്ത് വലീദ് ബിൻ മുഗീറയോട് കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ ഖുർആൻ കൊണ്ടാണല്ലോ മനുഷ്യരെ ക്ഷണിക്കുന്നത്, ആ ഖുർആൻ ഒരു കവിതയാണ്, നമുക്ക് പറഞ്ഞാലോ ഒരു കവിത. അപ്പോൾ വലീദ് ബിൻ മുഗീറ പറഞ്ഞു, വല്ലാഹ്, അള്ളാഹുവാണ് സത്യം, ഖുർആൻ ഒരിക്കലും കവിതയല്ല. കാരണം നമ്മൾ കവിത പഠിച്ച ആൾക്കാരാണ്, അത് കവിതയല്ല, അത് നടക്കൂല. അപ്പോൾ വേറെ ആൾ പറഞ്ഞു, അവൻ സാഹിറാണെന്ന് നമുക്ക് പറഞ്ഞാലോ. അപ്പോൾ വലീദ് പറഞ്ഞു, അത് നടക്കൂല, കാരണം നമ്മൾ സിഹിർ ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മൾ സാഹിറന്മാരാണ്, അത് സിഹിറല്ല എന്ന് എല്ലാവർക്കും അറിയാം, അത് കേൾക്കുന്നവർക്ക് അറിയാം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് വിശുദ്ധ ഖുർആനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ അപവാദങ്ങൾ പറഞ്ഞപ്പോഴും അതിനൊക്കെ എതിർത്ത് ഖുർആനിൻ്റെ പിന്നിലൊരു മഹാശക്തി ഇടപെട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ആളായിരുന്നു കൂട്ടരെ വലീദ് ബിൻ മുഗീറ. പക്ഷെ ഓൻ ഇസ്ലാമിക്ക് വരാൻ തടസ്സമായത് എന്താ നിങ്ങൾ? ഓൻ്റെ സമ്പത്ത് മക്കളായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞു, അത് പറയാനപ്പോൾ ഇത് പറഞ്ഞേ. ഓൻ ഇസ്ലാമിലേക്ക് വരാൻ തടസ്സം അവൻ്റെ സമ്പത്തും അവൻ്റെ മക്കളുമാണ്. ഇന്ന് എന്തിനു വേണ്ടിയാണോ ജീവിതത്തിൻ്റെ ബഹുഭൂരിഭാഗം ഞാനും നിങ്ങളും ചെലവഴിക്കുന്നത്, അതായിരുന്നു അദ്ദേഹത്തിന് തടസ്സം. 10 മക്കളുണ്ടായിരുന്നു എന്നാണ്. 10 മക്കള്. 10 മക്കള്. നമ്മളൊന്നും മക്കളെ സ്നേഹിക്കണ പോലെയല്ല അയാൾ മക്കളെ സ്നേഹിച്ച്. 5 ആളെ വലത്ത് നിർത്തും, 5 ആളെ ഇടത്ത് നിർത്തും. എന്നിട്ട് ഉക്കാതിലും അജന്നയിലൊക്കെ ഞെളിഞ്ഞിങ്ങനെ നടക്കും, ഇതിൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നല്ലമാരായ 10 മക്കളുണ്ടായിരുന്നു വലീദ് ബിൻ മുഗീറക്ക്. ഖുർആൻ പറഞ്ഞ എന്താ? വജഅൽതു ലഹു മാലം മംദൂദാ. കണ്ണങ്ങോട്ട് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തേക്ക് അവൻ്റെ പറമ്പും തോട്ടങ്ങളുണ്ടായിരുന്നു. മക്ക മുതൽ ത്വായിഫ് വരെ അവൻ്റെ തോട്ടങ്ങളായിരുന്നു. നിങ്ങൾ അമാനുകൂലി വൈദ്യ തഫ്സീർ മാത്രം വായിച്ചോളി. സൂറത്ത് മുദ്ദസ്സിർ, ഖുർആൻ 74-ാമത്തെ സൂറത്ത്, 74-12, അവിടെ തൊട്ട് 4-5 ആയത്ത് വായിച്ചു. എന്നിട്ട് അല്ലാഹു പറയാണ്, വബനീന ശുഹൂദാ, സദാ സന്നദ്ധരായ കുറച്ച് മക്കളെ കൊടുത്തു ഞാൻ. എല്ലാം ഉണ്ടായിരുന്നു. വമഹത്തു ലഹു തംഹീദാ, എല്ലാ സൗകര്യങ്ങളും ഞാൻ വലീദിന് കൊടുത്തിരുന്നു. ഇതിൻ്റെ മുമ്പത്തെ ആയത്തിൽ അല്ലാഹു പറയണം എന്താ? 11-ാമത്തെ ആയത്തിൽ, നബി നിങ്ങൾ ഓനെ വിട്ടോ, ഓൻ്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം, ഓനെ പിടിക്കേണ്ട കാലത്ത് പിടിച്ചോളാന്ന് പറഞ്ഞു. മക്കളും സമ്പത്തും അള്ളാഹുവിൻ്റെ ദീന് സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതൊന്ന് മാറി നിൽക്കാൻ കാരണക്കാരനായ വ്യക്തിയാണ് വലീദ് ബിൻ മുഗീറ. ഖുറൈശ് ഗോത്രക്കാരനാണ്, ബനു മഖ്സൂം ഗോത്രക്കാരനാണ്, ധനാഢ്യനാണ്, എല്ലാം കൊണ്ടും അനുഗ്രഹീതനാണ്. അല്ലേ? എത്രത്തോളെന്ന് ചോദിച്ചാൽ സുഖസമ്പൂർണമായ ഉന്നത നിലവാരത്തിലായിരുന്ന വലീദിൻ്റെ ദീർഘകാലം സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ ജീവിതം അതിമോശമായ രൂപത്തിൽ കാഫറായിട്ടായിരുന്നു. പക്ഷേ ഇസ്ലാമിൻ്റെ തണലിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ രംഗം കൈകാര്യം കൃത്യമായിട്ട് ചെയ്യാത്തത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾക്കറിയോ? പക്ഷെ ആ പരീക്ഷണത്തിൽ വലീദ് പരാജയപ്പെട്ടു. ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ ഉസ്മാൻ 3-ാം ഖലീഫയാണ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖവാരിജികൾ എന്ത് ചെയ്തു? പട്ടിണി കിട്ടും. 40 ദിവസം പച്ചവെള്ളം പോലും കൊടുത്തില്ല. സ്വന്തം വീടിൻ്റെ ഉള്ളിൽ ഖലീഫയായിരിക്കെ. അല്ലേ? എന്തുകൊണ്ടായിരുന്നു മറ്റു സഹാബികൾ ഈ ശത്രുക്കളെ തടയാത്തെന്ന് ചില ആൾക്കാർ ചോദിക്കലുണ്ട്. ഖലീഫയാവുമ്പോൾ കുറേ പട്ടാളങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എന്തിനറിയോ? റസൂലുള്ള നടന്ന മദീനയുടെ മണ്ണിൽ രക്തം ചിന്താൻ ഞാൻ സമ്മതിക്കൂല, അതുകൊണ്ട് എൻ്റെ പേരിൽ ആരും തടഞ്ഞിക്കാൻ നിൽക്കണ്ട എന്ന് ഉസ്മാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഉസ്മാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ? നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് കേട്ട് വലിയ തുക കൊടുത്ത് റൂമ എന്ന് പറയുന്ന ജൂതനിൽ നിന്ന് ഞാൻ വാങ്ങിയൊരു കിണറുണ്ട് സഹോദരങ്ങളെ, അതിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എനിക്ക് തരുമോ? അതിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം നിങ്ങൾ എനിക്ക് തരുമോ എന്ന് ഉസ്മാൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തി ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് അയൽവാസികളെ വീട് വാങ്ങി അവരെ മറ്റൊരു സ്ഥലത്തേക്ക് ഭദ്രമായി പാർപ്പിച്ച് മദീന പള്ളി നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എനിക്ക് വേണ്ടി വാങ്ങിത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ അത് വാങ്ങിക്കൊടുത്ത ആളാണ് ഞാൻ. അതിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ എന്നെ സമ്മതിക്കുമോ?
ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചോദ്യം, ദീനിൽ ഉറച്ചുന്നതിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ അവരെന്താ ചെയ്തറിയോ? വെള്ളം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നേരെ വീട് ചവിട്ടിപ്പൊളിച്ച് ചാടി കയറിയിട്ടേ 40ാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ 9 കുത്ത കുത്തിയെന്നാണ്. അതും വലിയ കടാര കൊണ്ട്. ഖുർആൻ ഓതിയിരിക്കുകയായിരുന്നു മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ 9 കുത്തിയപ്പോൾ അതിലൊരു ശത്രു പറഞ്ഞതുണ്ട്, സലാസത്തുൻ ലില്ലാഹ്, ഇതിൽ 3 നിന്റെ അള്ളാക്കാൻ, ബാക്കി 6 അടക്കാൻ എന്ന് പറഞ്ഞു. ആര്? ശത്രു വിഭാഗം. അദ്ദേഹത്തിൻ്റെ തലയും വിശുദ്ധ ഖുർആനും ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടിക്കളഞ്ഞു എന്ന് കാണാൻ പറ്റും. 4 ഖലീഫ അലി റളിയല്ലാഹു അൻഹു സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോൾ ഓരോ വീട്ടിലുള്ള ആൾക്കാരെയും സുബഹിക്ക് വിളിച്ചിട്ടേ പോകുള്ളൂ. ആരും ഉറങ്ങണ്ട, സുബഹിൻ്റെ സമയം, കൂലിട്ടുന്ന സമയം, ചില്ലറ സമയം, എണീക്കടോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോവുക. ഒരിക്കൽ അദ്ദേഹം ആ ദൗത്യം നിർവഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇബ്നു മുൽജിം എന്ന് പറയുന്നൊരു ശത്രു അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വലിയൊരു കടാര കൊണ്ട് ആഞ്ഞു വെട്ടിയത്. തലച്ചോറ് ആ വെട്ടിലൂടെ കാണുമായിരുന്നു എന്നാണ്. ശബ്ദം കേട്ട് ഓടി വന്നൊരു വ്യക്തി അലിയെ താങ്ങിയിരുത്തിയപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന കള്ളൻ, ലേനത്താക്കപ്പെട്ട വ്യക്തി അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ അക്രമം ചെയ്തത്? എന്തിനാണ് നിങ്ങൾ ഈ അക്രമം ചെയ്തത്? അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറഞ്ഞൊരു വാക്കുണ്ട്, ആകാശത്തിന്റെ താഴെ ഏറ്റവും നികൃഷ്ടനായ വ്യക്തിയെ 16 ദിവസമായി ഞാൻ തിരഞ്ഞു നടക്കുകയായിരുന്നു. ഇന്നാണ് എൻ്റെ കൈ കിട്ടിയത്, അതുകൊണ്ട് തീർത്ത് കളഞ്ഞതാണ്. ആ വെട്ട് കിട്ടിയത് മുറി പഴുത്തിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്, ഷഹീദാകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഞാനൊരു 2 മിനിറ്റ് കൂടി നിങ്ങളുടെ അനുവാദം ചോദിച്ച് എടുക്കുകയാണ്. ഈ ഉമ്മത്ത് 73 കക്ഷിയായിട്ട് പിരിയുന്നതാണ്. ഈ ഉമ്മത്ത് 73 കക്ഷികളായിട്ട് പിരിയും. പിരിച്ചിൽ സങ്കടപ്പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓടി പറയാതെ വേണ്ട, നാളെ ഇനിയും പിരിയും, പിന്നെയും പിരിയും. പിരിഞ്ഞ് എന്താ പറയാ, ഒറ്റയാനായി തീരുന്നൊരവസ്ഥ ഉണ്ടാവുന്നതാണ്. ഒറ്റയാനായി തീരും. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും, അത് ശരി, അതുണ്ടാവേ. അള്ളാന്റെ റസൂൽ പറഞ്ഞതാ. നിങ്ങൾക്കറിയോ, 73 വിഭാഗമായിട്ട് പിരിയും. അള്ളാന്റെ റസൂൽ പറയാണ്, ഈ 73 എവിടുന്ന വരിക അറിയോ? എവിടുന്ന വരിക? റഊസുൽ ബിദ്അഹ് 40. ബിദ്അത്തിന്റെ കക്ഷികൾ, ലോകത്ത് പിഴച്ച കക്ഷികൾ അറിയപ്പെട്ടവർ 4 4 വിഭാഗമാണ് ലോകത്ത് അറിയപ്പെട്ട പിഴച്ച കക്ഷികൾ. അതിലൊന്നെണ്ണിയത് ഖവാരിജികളാണ്. ഇസ്ലാമെന്ന് ആദ്യം പുറത്തുപോയ കക്ഷികളാണ് അവർ. രണ്ടാമത്തെ വിഭാഗം അതേ റവാഫിദുകളാണ്, ഷിയാക്കൾ. ഇന്നുള്ള ഇറാനിലുള്ള ഷിയാക്കളുടെ നേതാക്കന്മാർ ആ പാതയാണ് പോലെ പിൻപറ്റുന്നത്, റാഫിദുകൾ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഖദരിയാക്കളാണ്. ഖദരിയാക്കൾ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പോലെ വല്ല ഖദറിലെ വിശ്വാസക്കാർ, ഒരു കയ്യിലൊരു വിശ്വാസമല്ല. പല്ലില്ലാത്തവനെ പല്ലാന്ന് വിളിച്ച പോലെയാണ് ഖദരിയാക്കളെ ഖദർ എന്ന് വിളിച്ചത്, ഖദരിയാക്കൾ എന്ന് വിളിച്ചത്. നാലാമത്തെ വിഭാഗം അറിയണം, മുർജിയാക്കളാണ്. ഈ 4 വിഭാഗമാണ് ലോകത്ത് പിഴച്ച കക്ഷികളുടെ നേതാക്കന്മാർ. അതാ പണ്ഡിതന്മാർ പറഞ്ഞത് റഊസുൽ ബിദ്അ 40, 4 വിഭാഗം. ഈ 4 വിഭാഗം 18 ടീമായിട്ട് പിരിയുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, 18 വിഭാഗമായിട്ട്. അപ്പം 4 × 18 കൂട്ടിക്കോ, 72. അപ്പം 73 കക്ഷി എന്ന് പറഞ്ഞതോ, അത് ഈ പിഴച്ച കക്ഷികളിൽ നിന്ന് വരുന്നതല്ല ഒരു കക്ഷി. അതാരാ? റസൂലുള്ളാഹിയും സഹാബത്തും ജീവിച്ച മാർഗം അഹ്ലുസുന്ന വൽ ജമാഅ. അതിൽ നമ്മൾ പെടേണ്ടത് നമുക്കറിയോ? ഇതിൻ്റെ പേരിൽ ഈ മാർഗത്തിൽ നിലനിന്നതിൻ്റെ പേരിൽ അക്രമങ്ങൾ ഒട്ടനവധി ഏറ്റുവാങ്ങിയ മനുഷ്യനായിരുന്നു മഹാനായ അഹ്മദ് ബിൻ ഹംബൽ. ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, മഅ്മൂൻ എന്ന ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി ആ കാലഘട്ടത്തിൽ നിഷ്ഠൂരമായ തീരുമാനം, ഖുർആൻ അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് പറയണം. എന്നാൽ ഇമാം അഹ്മദ് അതിനെതിരെ ശക്തമായി നിലകൊണ്ടു. ഒരിക്കലുമല്ല, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അത് അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാദത്തിൽ പിടിച്ചെന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൈയും കാലും വരിഞ്ഞു കെട്ടി ചെങ്ങലകളിൽ അദ്ദേഹത്തെ കയറ്റിയിട്ട് സുറമൻ റആ എന്ന് പറയുന്ന ദ്വീപിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി മഅ്മൂനും അവൻ്റെ പട്ടാളവും. ചരിത്രത്തിൽ കാണാം, അബ്ബാസി ഭരണകാലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പട്ടണമായിരുന്നു സുറമൻ റആ. അവിടേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. പോകുന്ന വഴിക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ അവർ പുതിരെ തല്ലുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്ത് പറഞ്ഞുകൊണ്ട്? ഖുർആൻ മഖ്ലൂക്കാണെന്ന് നിങ്ങളും അംഗീകരിക്കണം. കാരണം നിങ്ങളുടെ നാട്ടിൽ കുറച്ച് അറിയപ്പെട്ട പണ്ഡിതനാ, നിങ്ങളത് അംഗീകരിച്ചില്ല നമുക്ക് തലവേദനയാ. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. നാളെ രാവിലെ ആ പറയപ്പെട്ട പട്ടണത്തിൽ പ്രത്യേക സ്ഥലത്തെത്തിയാൽ ഇമാം അഹ്മദിനെ ശിക്ഷക്ക് വിധി നടപ്പിലാക്കും. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അന്ന് രാത്രി നാളെ പുലർച്ചെ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ, വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ
ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന മഹാമനുഷ്യൻ തഹജ്ജുദ് നിസ്കരിച്ച് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ സത്യത്തെ നീ വിജയിപ്പിക്കണമേ, സത്യത്തെ നീ വിജയിപ്പിക്കണമേ. ആ പ്രാർത്ഥന കൊണ്ടതെങ്ങനെ അറിയങ്ങൾ? മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി പുലർച്ചെ മറ്റു ശത്രുക്കളെ കൈകളാൽ കൊല്ലപ്പെട്ടു എന്നാണ്. പിന്നീട് ഭരണമേൽക്കുന്നത് മുഅത്തസിം ബില്ലയാണ്. മുഅത്തസിം ബില്ല അദ്ദേഹത്തെ സുറമൻ റആയിൽ നിന്ന് നേരെ കൊണ്ടുപോയത് ഈജിപ്തിലേക്കാണ്. ഈജിപ്തിലൊരു ജയിലിൽ കൊണ്ടുപോയിടാൻ മുഅത്തസിം ബില്ല അദ്ദേഹത്തെ അതുകൊണ്ട് ചെയ്തു. ആ സമയത്ത് മുഅത്തസിം ബില്ല ചോദിക്കുകയാണ്, അല്ലേ, നിങ്ങൾക്ക് എന്ത് വേണം? എന്താ നിങ്ങൾക്ക് വേണ്ട? സമ്പത്താണോ, അധികാരമാണോ? തരാം, ഇതിൽ നിങ്ങൾ പിന്മാറണം. 24 മാസം ജയിലിൽ കിടന്നത്, 2 കൊല്ലം. ആ ഇടക്കാണ് ചോദിച്ചത്, മുഅത്തസിം ബില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത്? പിന്മാറിക്കൂടെ? ഇമാം അഹ്മദ് അവരോട് ചോദിച്ച ഒറ്റ കാര്യം, നിങ്ങളൊരു അസർ കൊണ്ടുവാ, നിങ്ങളൊരു തെളിവ് കൊണ്ടുവാ. നിങ്ങൾ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞല്ലോ, അതിന് തെളിവ് കൊണ്ടുവാ. നിങ്ങളെ ഇതാ ഈ സെക്കൻഡിൽ ഞാൻ മടങ്ങിക്കോളാം എന്ന് പറഞ്ഞത്. പക്ഷെ മഹാനായ ഇമാം അഹ്മദിന്റെ മുമ്പിൽ തെളിവില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇമാം അഹ്മദ് എന്ത് ചെയ്തെന്നറിയുമോ? അവരുടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഒരു ഇരുമ്പിന്റെ ചെമ്പട്ടി കൊണ്ട് അവർ അടിക്കുകയാണ്. പിന്നീട് തല മുതൽ കാല് വരെ 80 അടികൾ അടിച്ചത് ചരിത്രത്തിൽ കാണാം. ആ അടി കിട്ടിയ ഭാഗങ്ങളിലുള്ള കൈയും കാലും അവയവങ്ങൾ മരിക്കും വരെ അനങ്ങിയിട്ടില്ല. ഇമാം അഹ്മദ് അത് പൊന്തിച്ചിട്ടില്ല. എന്നാലും അടി കിട്ടിയ അന്നത്തെ രാത്രി വരെ എൻ്റെ ഉപ്പ തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല എന്നും ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മകൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഞാൻ 1-2 ചരിത്രങ്ങളൊക്കെ കൂട്ടിയത് വന്നിരുന്നു, സമയം അനുവദിക്കുന്നില്ല. ഞാനിത് എന്തിനാ പറഞ്ഞതറിയോ? ചരിത്രങ്ങളിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഇവരൊക്കെ ചെന്ന് നിൽക്കുന്ന റബ്ബിൻ്റെ മുന്നിൽ തന്നെയാണ് നമുക്കും ചെന്നെത്താനുള്ളത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി ആയത്തേത്, ഇടത് കൈയിലൂടെയാണ് ആ ഗ്രന്ഥം കിട്ടുന്നതെങ്കിൽ അട്ടഹസിക്കേണ്ടി വരും. എൻ്റെ സമ്പത്തും അധികാരങ്ങളും ഒന്നും എനിക്ക് മാലിയ ഹലക അന്നി സുൽത്താനിയ ഒന്നും ഉപകാരപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നവരിൽ ഈ ഒരു മുക്കിൽ ഈ സംസാരിക്കുന്ന ഞാനും ഒക്കെ നിങ്ങളുമൊക്കെ ആരും പെടാൻ പാടില്ല. അതിനുവേണ്ടി മനസ്സ് തുറന്ന ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനുവേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ അന്വേഷിക്കാൻ കഴിയുമോ ഇന്ന് തന്നെ അതിൻ്റെ രൂപരേഖകൾ നിർമ്മിച്ച് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി മനസ്സിൻ്റെ അകങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നാളെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.